എത്ര മണി കാണിച്ച് 10:19 കണ്ടിരിക്കാൻ 9 മണി എന്ന് പറഞ്ഞ 10:19 വന്നിരിക്കുന്നു. എടാ അത് പറ, നീ ഇത് പറ, ഇത് എവിടാ പോകുന്നേ? പോയാ പോരെ, കാരണം അടവില് വെള്ളം കയറി കിടക്കുവാന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടു. അടവി കണ്ട വെള്ളം ഒഴുകുന്ന കാണാം, എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? നീ പോയിട്ടുണ്ടോ? ആ പിന്നെ നീ പാഞ്ചാലിമേട് എന്താ പോകുന്നത്? പാഞ്ചാലിമേടും പോയിട്ടുണ്ട്. നീ എവിടെ അടുത്തല്ലേ? എടാ എല്ലാം ഏകദേശം അടുത്തൊക്കെ തന്നെ നോക്കാം. എടാ രണ്ടിടത്തും പോകുന്ന നല്ലത്, എവിടെ പോകണേ രണ്ടിടത്തും പോകുന്നതിന് നല്ലത്. ബാംഗ്ലൂരിൽ നിന്ന് വന്ന നിതീഷ്, ദുബൈയിൽ നിന്ന് വന്ന ശ്രുതി. നിനക്കും ജോലി ഉണ്ടല്ലോ, നിനക്കും ജോലി ഉണ്ടല്ലോ. അത് പറയത്തില്ല, എല്ലാരും കണ്ണാടിയൊക്കെ എന്തിനാണ് ഞാനാണ് കൂളിംഗ് ക്ലാസ് എടുക്കട്ടെ. നീ എടുത്തോണ്ട് എടാ ഇപ്പൊ കൂളിംഗ് ക്ലാസ് വെച്ച് വലിയ ആളാവും. ഇങ്ങോട്ട് പോകുന്നതാ, വണ്ടി ഇറക്കി കഴിഞ്ഞിട്ട് സൈലന്റ് നമുക്ക് വൈകിട്ട് ചർച്ച എവിടെ പോകണം ചർച്ച. എടാ ഏത് വഴി പോകണ്ടേ ഇപ്പൊ? എനിക്ക് എടാ നീ പാഞ്ചാലിമേടാണോ ഏതാ ദൂരക്കോ നോക്കട്ടെ, നമുക്ക് എവിടെ തീരുമാനിക്കണ്ടേ? അല്ലെങ്കിൽ കോന്നി അടവി കണ്ടിട്ട് മറ്റെന്തോ മറ്റേ ആനയുടെ ഒരു സാധനം ഉണ്ട്, ആനക്കൂട്. അത് പാഞ്ചാലിമേട് ഏത് പെണ്ണാണുള്ളത്? അതെ, ഏതോ പാഞ്ചാലി ഉണ്ടോ? അതൊക്കെ കെട്ടിച്ചേർന്നോ? സത്യം പറ, ഇന്നലെ രാത്രി ഏതോ പെണ്ണിനെ തെറ്റിയതാണ്. അതാ അല്ലെങ്കിൽ അതാ ഓർമ്മ പോയിട്ട് പാഞ്ചാലി വേണം. പാഞ്ചാലിയോട് പറഞ്ഞപ്പോ ആര് പാഞ്ചാലിമേട് കിലോമീറ്റർ നീ പറ, കിലോമീറ്റർ എന്ത് തേങ്ങ ഇരുന്നിട്ട് ഫോണിലാണ് പാട്ടേക്കുന്നത്. ഇന്നലെ തൊട്ടുള്ള പ്ലാനിങ്, പക്ഷെ ഇതുവരെ ഏത് സ്ഥലത്താ പോകണ്ടെന്ന് അറിയുന്നില്ല. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും 500 രൂപയുള്ളൂ. എങ്ങനെയാണോ പാർക്ക് ചെയ്യാൻ പോലെ സ്ഥലമില്ല, പാർക്ക് ചെയ്യാൻ സ്ഥലത്ത് നോ പാർക്കിംഗ് കൊടുക്കും. പിന്നെ ഇവിടെ പാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. അതല്ലടാ, ഇവിടെ എങ്ങും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം വരുമ്പോ നോ പാർക്കിംഗ് കൊടുക്കും. വേറെ വശം എന്താണെന്നറിയോ, സൂചി നോക്കി ഈ ഗ്ലാസ് എല്ലാം വൃത്തിയാണ്, അതിനൊക്കെ കഴിഞ്ഞോട്ട് വരില്ല. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടെ പോകുന്നു, എവിടെ അടവി പോകുന്നു. അങ്ങനെ ഇപ്പോഴാണ് ചെങ്ങന്നൂര് ചന്ത എത്തിയപ്പോഴാണ് തീരുമാനമായത്. ഇന്നലെ രാത്രി 8 മണിക്ക് തുടങ്ങി തന്നു. ഗൈസ് നമ്മൾ ഫോറസ്റ്റ് ഏരിയയിൽ വന്നിരിക്കുന്നത്. ഗൈസ് നമ്മൾ അടവി പോകുന്ന വഴിക്ക് ഏതോ ഒരു ലേക്കിൽ എത്തിയിരിക്കുക. കാടേറിയാണ് ഗൈസ്. അയ്യോ ബൈ ദുബായ് നമ്മൾ പരിചയപ്പെട്ടില്ല. അഭിജിത്ത്, ഇത് ബാംഗ്ലൂരിൽ നിന്ന് വന്ന നിതീഷ്, എല്ലാരും വെക്കേഷൻ ആസ്വദിക്കുകയാണ് ഗൈസ്. ഇവിടുത്തെ വ്യൂ കാണിക്കാം. ശാന്തസുന്ദരമായ പ്രകൃതി രമണീയമായുള്ള സ്ഥലം. അതിൻ്റെ ഇടയ്ക്ക് വൃത്തികെട്ട കാടുകൾ. ഇവന്റെ ബാംഗ്ലൂരിലെ മൂത്രം ഒഴിക്കാൻ പോയി ഇവിടെ പോയി. ഏത്? അതെ അതെ, കാല് പൂഴുന്തി പോകുന്നു. ഇവിടൊക്കെ മടൽ മാഫിയയില്ലേ. മൊത്തത്തിൽ കൊള്ളാം കേട്ടോ, രസമുണ്ട് ഇവിടെ.
ഗായ്സ് മൂത്രം ഒഴിക്കാൻ വേണ്ടി ചാടത്തുള്ളി എക്കോട്ടൊക്കെയാ പോകുന്നത്. എടാ ഇത് മറ്റേ ഇത് അൾട്രയാന്ന് ഓർത്തോടെ അഗ് വരെ സൂം ചെയ്യും. അതെ നാട്ടിൽ പോയി. എടാ അവിടെ വല്ല കറണ്ട് അടിച്ചിരിക്കും കേട്ടോ. ഗായ്സ് നല്ല തണുത്ത വെള്ളം. തണുത്ത വെള്ളത്തിൽ കൊരങ്ങനെ പോലെ വരുത്തേ ആണ്ട് വേര് തപ്പി വേറെത്താൻ പോകുന്നു. ആ കൊരങ്ങൻ എൻ്റെ കൂട്ടുകാരനാ. അവന്റെ പേര് കാലേതോ ഒരു ഷാർപ്പ് കാലിൽ കൊണ്ട് ഷാർപ്പ് കല്ലിൽ കൊണ്ട്. എല്ലാരും ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്തിരിക്കുക കേട്ടോ. ആരിലൊക്കെ നോക്കിയാൽ മതി, ഇങ്ങനെ ആയിരിക്കും ഇവരുടെ ഫോട്ടോകൾ. അതെ ഗായ്സ്, ഞാൻ അവിടെ പോയിരിക്കും. ഗായ്സ് ഫോട്ടോഷൂട്ട് തുടങ്ങി. കൊടും കാടുകളിലാണ് നിൽക്കുന്നത്. കൊടുങ്കാടൊന്നുമല്ല, ഇനിയിപ്പോൾ വീട്ടുകാർ കാണുമ്പോൾ പറയാം നമ്മൾ കൊടുങ്കാടില്ല. എസ്തെറ്റിക് ഫോട്ടോ വീണ്ടും. പീസ്ഫുൾ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അതിതാണ്. പക്ഷെ ഇവിടെ ചിലരൊക്കെ വന്ന് വേസ്റ്റ് ഇടുന്നുണ്ട്. റബ്ബർ, ചപ്പല്, പ്ലാസ്റ്റിക് അങ്ങനെ ഇടാൻ പാടില്ല ഗൈസ്. നമ്മുടെ ഇത് ഈ ഒരു എക്കോ സിസ്റ്റത്തെ നമ്മൾ സംരക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ വരുന്നവർ ഗൈസ്, കൊടൂരമായൊരു മരച്ചില്ലയിലാണ് ഞാൻ നിൽക്കുന്നത്. അവരാണ് അവിടെ ഫോട്ടോ എങ്ങനെ എടുക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വൈറൽ വീഡിയോ ചെയ്താൽ വരുന്നു. അടവി പോകുന്നതിന്റെ ഇടയ്ക്ക് അന്ന് അടവി മുക്കെന്ന് ഞങ്ങൾ പേരിട്ടു. നമ്മൾ ആദ്യം വന്ന സമയത്ത് നിതീഷ് മൂത്രം ഒഴിക്കുന്നു. ഇപ്പൊ മൂത്രം ഒഴിക്കും. ചെല്ലടാ, ഞാൻ കട്ട് ചെയ്തോളാം. ഗായ്സ്, കാട്ടിലെ ഊണിൽ നമ്മൾ ഒരു ഊണ് കഴിക്കാൻ പോകും. ഊണല്ല കഴിക്കുന്നത്. യെസ്, ഗായ്സ് നല്ല ചോറ്, സാമ്പാർ, മീൻകറി, മത്തി, അയല, അയലക്കൊഴുവ. അഭിജിത്ത് നേരത്തെ പറഞ്ഞെങ്കിൽ നമ്മൾ വേറെ ഓർഡർ ചെയ്യായിരുന്നു. ഇവന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു ഇവരെ ടാക്ടിക്കൽ മൂവ് അത്. വേറൊരു പ്രശ്നം എന്താ പറയുക, മുമ്പ് ചെയ്തൊന്നും റെക്കോർഡായിട്ടില്ല. അഡൽട്ട് ഒരു ചൈൽഡ്, പക്ഷെ ഒരാള് വേസ്റ്റ് ആയി, രണ്ടുപേര് വേസ്റ്റ് ആയി. അവസാനം നമ്മളിവിടെ വന്നിരിക്കുകയാണ്. ഗ്രൂപ്പ് കോൾ ചെയ്യാം. ആരെ അതിന് ആരെ എടുക്കാതെ ഗ്രൂപ്പ് കോൾ പട്ടത്തെ പോലെ ആരും എടുക്കത്തില്ല. എന്നോ കേട്ടോ, ഇന്നലെ അതെന്തോ അവക്ക് ചുമ്മാ ബോറടിച്ചിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ റിപ്ലൈ എത്തില്ല. ഗൈസ്, ഇവിടുത്തെ കാഴ്ച കാണിച്ചു. ഗൈസ്, ബിൽ 600 രാവിലെ വരുവാണെങ്കിൽ ബില്ലറിയാതെ കഷ്ടപ്പെടണ്ട. ഇതാണ് ഇവിടുത്തെ ബിൽ. അതൊരു വ്യൂ തന്നെയാണ് ഇവിടെയും. പക്ഷെ ഇവിടാണ് ഗൈസ് കൊട്ടവഞ്ചി. ഗൈസ്, നമ്മുടെ ബോട്ട് വന്നിരിക്കുന്നു. ആദ്യം അങ്ങനെ വെയിറ്റുള്ള എങ്ങനെയാ ചോദിക്കും. നല്ല ആട്ടമുണ്ട്. വീടാൻ എടുക്കാതെ ഒരു ആശ്വാസമാണ് ഇതിനുള്ളത്. അതല്ല, ഫോൺ വീണാലും ഫോൺ വീണാലോ ഇപ്പം വെള്ളക്കൂളൊന്നുമില്ല, നോർമൽ സംഭവം. ആമസോൺ കാടുകൾ പോലെ. നിങ്ങളെല്ലാവരും സൈലന്റ് ആയി പോയത്. അത് നമ്മുടെ കണ്ണാടി കൊണ്ടായിരിക്കും. കടന്നുകൊണ്ട് എടുക്കും ആമസോൺ വനാന്തരങ്ങളിലൂടെ. പൂക്കൾ നോക്കി അത് മാത്രമല്ല, തെളിഞ്ഞ വെള്ളം, മൊത്തത്തിൽ തെളിഞ്ഞ വെള്ളം.
ഇതിന്റെ അടിയല്ല നമുക്ക് കാണാൻ കഴിയും. പിന്നെ ആഴം കുറവല്ലോ. കണ്ട അപ്പുറത്ത് വേറൊരു ആൾക്കാർ പോകുന്നു. നമ്മൾ നന്നാ ചെയ്യണം. ആണോ? കുറെ മീനുകൾ അടുത്തതായി വട്ടം കറക്കുന്നത്. ഞാൻ ധ്യാനിക്കാണ് മിസ്റ്റർ. കണ്ണൊക്കെ കൂളി ഗ്ലാസ് വെച്ചിട്ടൊന്നും അറിയത്തില്ല. ഭയം അറിയുന്നില്ല. കണ്ണുനീര് വന്ന് ആര് വന്നാലും നമ്മൾ സ്ട്രോങ് ആണ് നിൽക്കണം. മതി കേട്ടാ, ഇനിയും കറങ്ങിയാൽ ഛർദിക്കും. കോഴി വേഴാമ്പൽ. ഒന്ന് സൂം ചെയ്യാം. എവിടെ? ആ വേണ്ട കണ്ട് ഗൈസ്, ഇതോടെ കോഴി വേഴാമ്പലോ. ഒരു പാറ്റയെ തട്ടിയിട്ടിരിക്കുക. അതിന്റെ അഹങ്കാരം നീ. ഗൈസ്, ഞങ്ങൾ അടവിയിൽ നിന്ന് ഇറങ്ങിയാണ്. കൊട്ടവഞ്ചി കയറി കറങ്ങി കിളി മാറി തിരിച്ചു പോവുകയാണ്. തലറയും കിടക്കുന്നത്. അതെ, അതാണ് എനർജി ഇല്ലാത്ത. ഇനി എവിടെ നിന്ന് പോകുന്നുണ്ടോ? നമുക്കിനി വെള്ളച്ചാട്ടം. അയ്യോ, അത് വേണ്ടായിരുന്നു. വെള്ളച്ചാട്ടം കണ്ടു. എന്തോ കാണാം, വെള്ളം ഇങ്ങനെ വഴി പോകുന്നുണ്ട്. നീ പറഞ്ഞ നീ എവിടെ നിന്നോ? വെള്ളച്ചാട്ടത്തിൽ പോകാം. ഗൈസ്, ഇനി നമ്മൾ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ മലമുകളിൽ വെള്ളം ഇങ്ങനെ വെറുതെ പോകും. അഹങ്കാരമല്ലേ ഇത്? അതാണ് വെള്ളച്ചാട്ടം. നമ്മൾ വെള്ളച്ചാട്ടത്തിൽ കണ്ടു. വിദൂരതയിൽ ഒരു വീട്. ഇതാണ് വെള്ളച്ചാട്ടം. അങ്ങോട്ട് കാണിക്കാത്തത് ഇത് കുറച്ച് ഫാമിലി നിൽക്കുള്ളതുകൊണ്ടാണ്. എന്താ ഇതിന്റെ പേരുണ്ട്? ആ പേരറിയാത്തൊരു വെള്ളച്ചാട്ടം. അടവി അടുത്തുള്ള ഏതോ ഒരു വെള്ളച്ചാട്ടം. ഞങ്ങള് മാത്രമേ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ. അതെ, ഇവിടെ ഇപ്പം വെള്ളം കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് കുറവായതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ മഴക്കാലത്ത് വരരുത് എന്ന് എനിക്ക് പറയാം. മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളത്തില്ല. ഇത് കറക്റ്റ് സമയം കണ്ടോ, ഇതുപോലൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. മഴക്കാലത്ത് വെള്ളം കൂടിയ സമയത്ത് ഇവിടെ വരരുത്. ഗൈസ്, അങ്ങനെ എല്ലാം കഴിഞ്ഞ് കുളിച്ചിട്ട് ഞങ്ങൾ വീണ്ടും പഴയ ഡ്രസ് എടുത്തിട്ടു. അടിപൊളി. അതെ, കറക്റ്റ് വെള്ളം, നല്ല തിരക്കുണ്ടായിരുന്നു. കറക്റ്റ് സമയത്താണ്. ഞങ്ങളവിടെ അത്രയും ഭാഗം അധിപത്യം ഇറങ്ങാൻ വേണ്ടി നോക്കിയിരിക്കാൻ അവര്. അതെ, മണ്ടന്മാരെ ഷൂ എന്തിനാണ്? ഞങ്ങളൊരു ചൂടാന്ന് പോകും. നമുക്ക് ചെരുപ്പിനെ കുഴപ്പമില്ല. ഞങ്ങൾ അക്കുപഞ്ചർ കിട്ടാൻ വേണ്ടിട്ട്. അപ്പം എടാ നിൽക്കണ വീഡിയോ എൻഡ് ചെയ്യോ? അപ്പൊ ഗൈസ്, ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. നമ്മളൊരു ഒരു ചായ കുടിക്കുന്നു, വീട്ടിൽ പോകുന്നു. അത് എത്രേ ഉള്ളൂ. അതെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം. അപ്പം ബൈ ബൈ. ഈ വെള്ളച്ചാട്ടത്തിന്റെ പേര് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നത്. അതെ, വെള്ളച്ചാട്ടത്തിന്റെ പേര് അതേപോലെ പോകുന്ന ഞങ്ങൾക്ക് അറിയത്തില്ല.
അത് പാർക്ക് ചെയ്ത് അല്ല അവിടെ ഉണ്ടോ? അവിടെ ഉണ്ട്. നമ്മുടെ അടവിയുടെ അടുത്തുള്ള ഒരു വാട്ടർഫോളാണിത്. എന്താണ് ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. മഴ സമയത്തൊന്നും വരരുത്. ഈ സമയത്ത് മഴ വന്നിട്ട് ആ സമയത്താണ്. ഗൈസ് വീഡിയോ എന്ത് ചെയ്യാണ്? ബൈ ബൈ. ടാറ്റാ.